300% വരെ ഗ്രോത്ത് കിട്ടി. അപ്പോഴും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നില്ല, നമ്മൾ ഇനിയും ഗ്രോ ചെയ്യുന്നുള്ള അസംപ്ഷനിലിരിക്കുകയാണ്. അവിടുന്ന് ഒരു ഒറ്റ ഫോളാണ് താഴത്തേക്ക്. മ്യൂച്വൽ ഫണ്ട്സിലോ സ്റ്റോക്സിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ ലോങ് ടേമിന് വേണ്ടി മാത്രമാണ്. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളതിനെക്കുറിച്ച് മറക്കുക എന്നൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ പണ്ടോട്ട് കേട്ട് വരുന്നതുകൊണ്ട് നമ്മൾ കൂടുതലും മ്യൂച്വൽ ഫണ്ട്സിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച്, സ്റ്റോക്സിലാണെങ്കിലും പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് ഫോക്കസ് ചെയ്യാറില്ല. അതിനെക്കുറിച്ച് ആരും പറയാറുമില്ല. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇഫക്റ്റീവ്ലി നമ്മൾ എങ്ങനെയാണ് ഇയർ ഓൺ ഇയർ ടാക്സ് സേവ് ചെയ്ത് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇങ്ങനത്തെ കുറേ റൈറ്റപ്സ്, NISM സർട്ടിഫൈഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റ് റൈറ്റപ്പ് ചെയ്ത പല ആർട്ടിക്കിൾസും നമ്മൾ ഓൾമോസ്റ്റ് വീക്ക്ലി ഒരു 3 times എങ്കിലും പബ്ലിഷ് ചെയ്യുന്നതാണ്. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇറ്റ് ഇസ് എ ഹ്യൂജ് കമ്മ്യൂണിറ്റി വെയർ സീരിയസ് ഇൻവെസ്റ്റേഴ്സ് ആർ ദെയർ. യു ക്യാൻ ഗോ ആൻഡ് ജോയിൻ ദറ്റ് കമ്മ്യൂണിറ്റി. ഈ വീഡിയോയ്ക്കകത്ത് തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു ലൈവ് എക്സാമ്പിൾ വെച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത്, ലെറ്റ് സേ നമ്മുടെ കയ്യിലിരിക്കുന്ന 1 crore ആയിട്ടുള്ള ഒരു ക്യാപിറ്റലാണെന്ന് വിചാരിച്ചോ. 1 crore നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബേസിക് കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു 1 crore എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്പൗസിനെങ്കിലും അല്ലെങ്കിൽ ഇഫ് ദർ ഇസ് എനിബഡി എൽസ് ഇൻ ദ ഫാമിലി അവരുടെ പേരിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നൗ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഹാവിംഗ് ദിസ് 1 crore ഓൺലി ഓൺ യുവർ നെയിം, അതിൻ്റെ അർത്ഥം നിങ്ങൾ 10 lakhs rupees നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അതിനകത്ത് 1.25 lakhs മാത്രമല്ലേ കുറയുള്ളൂ. നൗ അസ്യൂമിംഗ് ദറ്റ് യു ആർ സ്പ്ലിറ്റിംഗ് ദിസ് ഇൻ ടു 4 ഡിഫറെൻറ്റ് ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെയാണെങ്കിൽ 5 lakhs വരെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ടാക്സ് സേവ് ചെയ്യാൻ സ്ട്രെയിറ്റ് അവേ പറ്റും. എല്ലാ വർഷവും നിങ്ങൾ 5 lakhsൻ്റെ അപ് ടു ടാക്സ് സേവ് ചെയ്ത് പോവാം. ആൻഡ് വി ക്യാൻ ഓൾസോ റീഇൻവെസ്റ്റ് ഇൻ ദ സെയിം ടൈം. നിങ്ങൾ റെഗുലർലി പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യുന്ന ഒരാളാണോ? ആണെങ്കിൽ ആണെന്ന് കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൺസിഡർ ചെയ്യാത്തതെന്ന് കമൻറ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ പ്രോഫിറ്റ് ബുക്കിംഗ് ഹാക്ക് എന്ന് പറയുന്നത്, എവറി ടൈം എ പെർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട് ഓർ സ്റ്റോക്സ് ക്ലോക്സ് മോർ ദൻ 20% റിട്ടേൺസ്, നമ്മൾ ആ 20% എബവ് ഉള്ള റിട്ടേൺസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഒരു ലിക്വിഡ് ഫണ്ട്സിലേക്ക് മാറ്റി ഇടുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡിഫൻസ് ഫണ്ട് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തൊരു സമയമുണ്ടായിരുന്നു. 45%, 50% റിട്ടേൺസ് തന്നൊരു സമയമുണ്ടായിരുന്നു. 2023 മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് ഫണ്ട്സും ഇതുപോലെ 35-40% റിട്ടേൺസ് തന്ന സമയമുണ്ടായിരുന്നു. ബട്ട് ലുക്ക് ഇറ്റ് കട്ട് ടു 2025, ഈ സമയത്ത് അത്രയും റിട്ടേൺസ് ഉണ്ടോ? ഇല്ല. പക്ഷേ അതേ സമയത്ത് നമ്മൾ 25% എബവ് വരുന്ന പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്ത് നമ്മൾ ലിക്വിഡ് ഫണ്ട്സിലേക്ക് ഇട്ടിരുന്നെങ്കിൽ പ്രോഫിറ്റ് നമ്മൾ റിയലൈസ് ചെയ്യുകയും ചെയ്തതിന് വളരെ എളുപ്പത്തിൽ വി വിൽ ബി ഏബിൾ ടു റീഇൻവെസ്റ്റ് ഓൾസോ. പക്ഷേ ഇതിനകത്തൊരു പോയിന്റ്, റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ആണ്. എയ്തർ ആ റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ നമ്മൾ ബുക്ക് ചെയ്ത പ്രോഫിറ്റ് അപ്പം തന്നെ, അല്ലെങ്കിൽ മേ ബി ഇന്നത് 5 to 10 days ടൈം നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതല്ലെങ്കിൽ വർക്ക് ക്ലോസ്ലി വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഫഷണൽ ടു അണ്ടർസ്റ്റാൻഡ് വെൻ ഇസ് ദ റൈറ്റ് ടൈം ടു റീഇൻവെസ്റ്റ്. മൂന്നാമത്തെ പ്രോഫിറ്റ് ബുക്കിംഗ് ഹാക്ക് SWP റൺ ചെയ്യണവർക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പാസീവ് ഇൻകം കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് എഫക്റ്റീവ് മെത്തഡോളജി എന്ന് പറയുന്നത് SWP തന്നെയാണ്. പക്ഷേ അതിനകത്ത് നമ്മൾ മറക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ അടുത്ത വർഷത്തേക്ക് ലെറ്റ് സേ നമുക്ക് 10 lakh rupees ആണ് മന്ത്ലി ബേസിസിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരേണ്ടത്. 10 lakhs ഫോർ ദ ഇയർ, മന്ത്ലി എന്ന് പറയുമ്പോൾ 80,000 പ്ലസ് വരുമായിരിക്കും മന്ത്ലി ബേസിസ് എടുക്കുമ്പോഴത്തേക്കും. എപ്പോഴും പറയാറുള്ള പോലെ, ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ ഗുഡ് ചാൻസ് യു ലൈക്ക് ദ വീഡിയോ. താഴത്തെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സോ ദറ്റ് ദിസ് ഹെൽപ്സ് us റീച്ച് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ. അങ്ങനെ അടുത്ത വർഷം നമുക്ക് വേണം, നമുക്ക് നന്നായിട്ട് അറിയാം. ലെറ്റ് സേ നമ്മുടെ ക്യാപിറ്റൽ 1 crore ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ അടുത്ത വർഷം ഈ 80,000 മന്ത്ലി വരാൻ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഈ 1 crore 1 crore 20 lakhs ആയിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ആ 10 lakhs പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമ്മുടെ SWP സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാം. ആ ബുക്ക് ചെയ്ത പ്രോഫിറ്റ് ലിക്വിഡ് ഫണ്ട്സിലേക്ക് ഇട്ടിട്ട് ആ ലിക്വിഡ് ഫണ്ട്സിൽ നിന്ന് നമുക്ക് SWP എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. അങ്ങനെ എഫക്റ്റീവ്ലി നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വി വിൽ നെവർ മിസ് എനി മാർക്കറ്റ് ഗ്രോത്ത്. നമ്മുടെ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ത് രീതിയിലാണ് ഗ്രോ ചെയ്യുന്നത് അതുപോലെ ഗ്രോ ചെയ്യുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമുക്ക് SWP എഫക്റ്റീവ്ലി എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ലിക്വിഡ് ഫണ്ടിലുണ്ട് വിതൗട്ട് ഹാവിങ് എനി ഇൻസെക്യൂരിറ്റി. നാലാമത്തെ എഫക്റ്റീവ് പ്രോഫിറ്റ് ബുക്കിംഗ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തന്നെ പേരൻസ്, ഇഫ് ദർ ആർ പേരൻസ് ഹു ഡസൻ ഹാവ് ഇൻകം ഇല്ലാതിരിക്കുന്ന പേരൻസ് ഉണ്ടെങ്കിൽ അവരുടെ പേരിലേക്ക് നമ്മുടെ യൂണിറ്റ്സ് ഗിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ യൂണിറ്റ്സ് ഗിഫ്റ്റ് ചെയ്തതിന് ശേഷം ആ യൂണിറ്റ്സ് ലെറ്റ് സേ നമ്മൾ ഡിവിഡൻഡ് ഈൽഡിംഗ് മ്യൂച്വൽ ഫണ്ട്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലെറ്റ് സേ 4% ആണ് ഡിവിഡൻഡ് ഈൽഡ് എന്ന് വിചാരിച്ചോളൂ. 1 crore rupees in ഇൻവെസ്റ്റ്മെൻറ്റ്, ഞാൻ എക്സാമ്പിളിന് സേക്കിന് പറയുകയാണ്, 1 crore rupees in ഇൻവെസ്റ്റ്മെൻറ്റ്, 4% ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുമ്പോൾ 4 lakh rupees ആണ്. ആൻഡ് ഓൾ ദിസ് 4 lakh is going to be tax free on the name of your parents. അങ്ങനെ നമ്മൾ ഇൻഡയറക്ട്ലി അവിടെ ഡിവിഡൻസിൻ്റെ രൂപത്തിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് ആണ്. 2023 തുടങ്ങി കൊച്ചിൻ ഷിപ്പ്യാർഡ് 250 rupees നിന്ന് ഓൾമോസ്റ്റ് 3,000 rupees വരെ ടച്ച് ചെയ്തു ബൈ ജൂലൈ
2024. ഓക്കെ, 2023 2024 വരെ 215 3,000 റുപ്പീസ് ടച്ച് ചെയ്തു. അപ്പോൾ ലെറ്റ് us assume that നിങ്ങൾ ഇവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വിചാരിച്ചു. നമ്മൾ ഈ ഗ്രോത്ത് കണ്ട് ഇവിടെ വന്നു, നമുക്ക് 50% ഗ്രോത്ത് കിട്ടി, 60%, 70%, 80% നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നില്ല. എന്നിട്ട് വന്ന് നമുക്ക് 300% വരെ ഗ്രോത്ത് കിട്ടി, അപ്പോഴും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഇനിയും ഗ്രോ ചെയ്യുന്നുള്ള റെസംഷനിലിരിക്കുകയാണ്. അവിടുന്ന് ഒരു ഒറ്റ ഫോളാണ് താഴത്തേക്ക്. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി എവിഡൻ്റ് ആണ് ഒരു സ്റ്റോക്ക് ഇത്രയും 300%, 400% ഗ്രോ ചെയ്യുമ്പോൾ ദർ ഇസ് എ ഗുഡ് ചാൻസ് ദറ്റ് ഇറ്റ് മൈറ്റ് കറക്റ്റ് എന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ്. അവിടെയാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 20-25% ഗ്രോത്ത് കിട്ടുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് തിരിച്ച് റീഇൻവെസ്റ്റ് ചെയ്ത്, ടെക്നിക്കലി തിരിച്ച് റീഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊഫഷണലി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറോട് വർക്ക് ചെയ്ത് റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റായിട്ടും എഫക്റ്റീവായിട്ടും വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Unless we come with another informative video, Thomas Verghese signing off. Bye-bye.